എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഉച്ചക്കത്തെ സെക്ഷനിൽ നമ്മൾ പറയുന്ന കൃഷ്ണാനുഭവം കേൾക്കാം അല്ലേ. അത് റീലായിട്ടല്ലല്ലോ, നമുക്ക് വലിയ ഓഡിയോ ആയിട്ടാണ് വരിക. അപ്പം നമ്മൾ ഗ്രൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം ആണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും റെഡി അല്ലേ കേൾക്കാൻ? അപ്പം നമ്മുടെ അയൽരാജ്യത്തുകാരി കൊടുത്ത ഒരു കൃഷ്ണാനുഭവമാണ്. എന്താണെന്ന് കേൾക്കാമല്ലോ. ഹരേ കൃഷ്ണ, എൻ്റെ പേര് അജിത എന്നാണ്. ഞാനും നമ്മുടെ ത്രിമധുരം കുടുംബാംഗമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു കൃഷ്ണാനുഭവം പറഞ്ഞിരുന്നു. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം എനിക്കുണ്ടായിട്ടുള്ള അനുഭവം. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഷാർജയിലാണ്. ഇനി ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് വരാം. 2019 കോവിഡ് തുടങ്ങുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എനിക്കിവിടെ ഒരു സ്ഥാപനമുണ്ട്, ബ്യൂട്ടി പാർലർ. ഒരു ദിവസം ഒരു പാകിസ്ഥാനി പെൺകുട്ടി ജോലി ചോദിച്ചു വന്നു. എനിക്കാണെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ട്, ഇനിയിപ്പോൾ വേറെ ഒരാൾ കൂടി വേണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ കുട്ടിയാണെങ്കിൽ കുറേ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കരച്ചിലാണ്. എനിക്ക് കിടക്കാനൊരിടം തന്നാൽ മതി, വീട്ടിലെ ജോലിയെല്ലാം ഞാൻ ചെയ്തോളാം, കഴിക്കാൻ കുറച്ച് ഭക്ഷണവും മതി എന്നൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ആകെ വിഷമമായി. ഞാൻ പറഞ്ഞു, ഇവിടെ എൻ്റെ സ്റ്റാഫിൻ്റെ കൂടെയുള്ള സൗകര്യത്തിൽ താമസിച്ചോളൂ. കിച്ചണിൽ ഫുഡ് ഐറ്റംസ് ഉണ്ട്, ആവശ്യമുള്ളത് എടുത്തുണ്ടാക്കി കഴിക്കാം. ഇവിടെ താമസിച്ചുകൊണ്ട് വേറെ ജോലി നോക്കണമെന്നും പറഞ്ഞു. കൂടെ നിർത്തി. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വേറെ ഒരു പാകിസ്ഥാനി സ്റ്റാഫിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുകയും ആ കുട്ടിയുടെ വിസ ക്യാൻസലാക്കി തിരിച്ചു പാകിസ്ഥാനിലേക്ക് പോവേണ്ടതായി വന്നു. ആ ഗ്യാപ്പിലേക്ക് ഈ കുട്ടിയെ എടുക്കാമെന്ന് കരുതി. ഈ കുട്ടിയാണെങ്കിൽ വിസിറ്റ് വിസയിലായിരുന്നു. വിസ എടുത്ത് കൂടെ നിർത്താമെന്ന് കരുതി. വിസ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടി പറഞ്ഞതെല്ലാം നുണയായിരുന്നു. മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പറഞ്ഞു വിടാനും പറ്റുന്നില്ല. ഞാൻ ആകെ വല്ലാത്തൊരു വിഷമത്തിലായി. ഇനി എന്തു ചെയ്യും? എൻ്റെ കണ്ണാ, ഭഗവാനെ വിളിക്കാൻ മാത്രമേ എനിക്കപ്പോൾ അറിയുള്ളൂ. അങ്ങനെ ഭഗവാനോട് ചോദിച്ചു. എനിക്കൊരു ശീലമുണ്ട്, എന്തെങ്കിലും വിഷമഘട്ടം വരുമ്പോൾ, ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഭഗവാന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ച് കോയിൻ ഇട്ട് നോക്കും. ഭഗവാൻ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ഞാൻ പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഗുരുവായൂരപ്പൻ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനായും മൂത്ത സഹോദരനായും നല്ല സുഹൃത്തുമായിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ ഈ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ഭഗവാന്റെ തീരുമാനം ആ കുട്ടിക്ക് വിസ കൊടുക്കാനാണ്. എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി. എന്ത് കണ്ടിട്ടാണ് ആ കുട്ടിക്ക് വിസ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഭഗവാൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ മാറില്ലെന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. ഈ കുട്ടി ചെയ്യുന്ന വർക്കെല്ലാം കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല. സ്റ്റാഫിൻ്റെ കുറവുണ്ട്. എൻ്റെ കണ്ണ, എന്തിനാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വേറെ ഒരു സ്റ്റാഫ് ഒരു വർഷം മുൻപ് ഹെൽത്ത് കാർഡ് റിന്യൂ ചെയ്യാൻ വേണ്ടി മെഡിക്കൽ എടുത്തപ്പോൾ മെഡിക്കൽ ഫെയിലായി. അപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോയിരുന്നു. ആ കുട്ടിയുടെ മെഡിക്കൽ ക്ലിയർ ആയി തിരിച്ചു വന്നു. അവർ വന്നപ്പോൾ എനിക്കും ഒത്തിരി സന്തോഷമായി. പക്ഷേ എനിക്ക് ഒരാൾ മതി, ഒരാൾക്ക് ഇപ്പോൾ വിസ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി എന്തു ചെയ്യും? ഭഗവാൻ പറഞ്ഞ കുട്ടിക്ക് വിസ കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. വിസ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് വാക്ക് മാറ്റാനും പറ്റില്ല. എൻ്റെ കണ്ണ, എന്താ ചെയ്യുക? ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കുട്ടി വന്ന് പറയാണ്, മാം, എനിക്ക് ജോലി വേണ്ട, നാട്ടിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം, എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. എന്താണ് ഞാൻ കേട്ടതെന്ന് മനസ്സിലാവാതെ ഒരു നിമിഷം ഞാൻ അത്ഭുതപ്പെട്ട് നിന്നുപോയി. അതായിരുന്നു ശരിക്കും ഭഗവാന്റെ തീരുമാനം. ഞാൻ കൊടുത്ത വാക്ക് മാറ്റേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ആ കുട്ടി തന്നെ ജോലി വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുപോയി. ഇതെല്ലാം എൻ്റെ ഭഗവാന് നേരത്തെ അറിയാമായിരുന്നു. ഹരേ കൃഷ്ണ, എൻ്റെ കണ്ണൻ എന്നെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ഉറച്ച ആ വിശ്വാസമാണ് എന്നെ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. അതാണല്ലേ ഭഗവാൻ പറഞ്ഞ് തോസിട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞത്, ആ കുട്ടിയെ എടുത്തോളൂ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഭഗവാൻ കൃത്യമായിട്ട് കാര്യം നോക്കുകയും ചെയ്തു. അമ്മയുടെ സങ്കടങ്ങൾ മാറ്റി കൊടുക്കുകയും ചെയ്തു. എല്ലാം ശുഭമായിട്ട് കഴിഞ്ഞു അല്ലേ. ഇത്ര മനോഹരമായിട്ടുള്ള അനുഭവമാണ്. ഇത് ആരൊക്കെ ഷെയർ ചെയ്യും? നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുമോ? കമൻറ്റ് ചെയ്യണം, എല്ലാവരിലേക്ക് എത്തിക്കണം. കൃഷ്ണ വിഗ്രഹം വാങ്ങുക. നിങ്ങൾക്ക് നമ്പറിൽ വന്നു കഴിഞ്ഞാൽ ജോയിൻ ബട്ടണിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിലും കയറാം. ഹരേ കൃഷ്ണ.